കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പതിവ് പോലെ നമ്മൾക്ക് ഇന്നും ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവവചനം പഠിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന സമയത്തിനായി നമ്മൾക്ക് എല്ലാവർക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നും ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ നമ്മൾക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുന്ന രണ്ടാമത്തെ അടയാളം, അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 15 മുതൽ 24 വരെയുള്ള വചനങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 5-ാമത്തെ അടയാളമാണ് ഇത്. ഈ അധ്യായത്തിലെ രണ്ടാമത്തേതും യോഹന്നാന്റെ സുവിശേഷത്തിലെ 5-ാമത്തേതുമായ അടയാളമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ കണ്ടു, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് കഴിഞ്ഞിട്ട് അക്കരയ്ക്ക് പോകുവാൻ, കപ്പർന്നഹൂമിലേക്ക് പോകുവാൻ നിർബന്ധിച്ചയക്കുന്നതും ആ യാത്രയിൽ കടൽ ക്ഷോഭിക്കുന്നതും കർത്താവ് വന്ന് ആ കടലിനെ ശാന്തമാക്കി അവരെ വിടുവിക്കുന്നതുമായിട്ടുള്ള സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾക്ക് പഠിക്കുവാൻ സാധിച്ചു. ഇന്ന് നമ്മൾ തുടർന്ന് ഈ ഭാഗത്ത് നിന്ന് ഈ അടയാളത്തോട് ബന്ധപ്പെട്ട് പ്രാവചനികമായിട്ട് ചില ഭാഗങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. അത് ഞാൻ സന്ദർഭവശാൽ അഥവാ നമ്മൾ പഠിച്ചു പോകുമ്പോൾ അത് പറയാനായിട്ട് ശ്രമിക്കാം. നോക്കണം, ഇവിടെ ഈ 19-20 വാക്യങ്ങളിൽ 19-ാം വാക്യത്തിൽ അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടു പേടിച്ചു. കർത്താവ് ഈ 4-5 ഈ 4-5 നാഴിക എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ 30 ഫർലോങ് ദൂരമുണ്ട്. ഇത്രയും ദൂരം അവര് എന്ത് ചെയ്തു? അവര് തന്നെത്താൻ സ്വയം അവര് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കർത്താവിനെ അവര് അന്വേഷിക്കുന്നില്ല, കർത്താവിനോട് അവര് പ്രാർത്ഥിക്കുന്നില്ല, അവർ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇതിനൊരു ഉദാഹരണം യോനായുടെ പുസ്തകത്തിലുമുണ്ട്. സമയം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിക്കണം. 1-ാം അധ്യായത്തിൽ യോനായുടെ പ്രവചനത്തിൽ യോന കയറിയ കപ്പലിലും ആ കടൽ ക്ഷോഭിച്ചുടനെ ആ കപ്പലിൻ്റെ കപ്പിത്താനും മറ്റുള്ളവരും എല്ലാം ശ്രമിച്ചത് അവർ സ്വയം രക്ഷപ്പെടാനാണ്. അതിപ്പോൾ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് തിരിയുന്നില്ല. ദൈവം ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിലേക്ക് ദൈവജനം എത്താതെ, തീർച്ചയായിട്ടും ദൈവം ഉദ്ദേശിക്കുന്ന ആ സ്ഥാനത്തേക്ക് ദൈവമക്കൾ എത്താതെ ദൈവത്തിൻ്റെ അത്ഭുതം ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ സമയത്ത് കർത്താവ് എന്ത് ചെയ്യുകയാണ്? 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഏറ്റവും ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ശിഷ്യന്മാർ പടകിൽ ഇരുന്ന് തണ്ടുവലിച്ച് കുഴയുന്ന സമയത്താണ് യേശു കടലിൻ്റെ മീതെ നടന്നു വരുന്നത്. കടലിൻ്റെ മീതെ കർത്താവ് നടന്നു വരുന്നു. അത് കണ്ടിട്ട് ആ പടകിനോട് കർത്താവ്, അവർ യാത്ര ചെയ്യുന്ന പടകിനോട് കർത്താവ് സമീപിച്ചപ്പോൾ അവർ ഇതാരാണ് എന്നറിയാതെ അവർ പേടിക്കുന്ന, ഭയപ്പെടുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്.
ഈ കാര്യം മത്തായി സുവിശേഷകൻ പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവര് യേശുവിനെ കണ്ടു പേടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നോക്കണം, 14-ാം അധ്യായം, മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അടുത്തത്, അത് ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ചു. കണ്ടോ, കർത്താവിനെ കണ്ടിട്ടും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം ആ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു മനോനിലയാണ്, ഒരു മാനസിക നിലയാണ് അവരെ ഈ വിധത്തിൽ എത്തിച്ചത്. തുടർന്ന് നമ്മൾ വായിച്ചാൽ ഇതേപോലെ തന്നെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവിനെ കണ്ടിട്ട് ഇവര് യേശു കർത്താവാണെന്നറിയാതെ ഭയന്ന വേറെയും രംഗമുണ്ട്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ സമാനമായ ഒരു കാര്യമുണ്ട്. അതൊക്കെ വളരെ വിസ്തൃതമായ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇതെല്ലാം പറയുമ്പോൾ. കാരണം എല്ലാം അങ്ങ് വിശദീകരിച്ച് പോവുക എന്ന് പറയുന്നത് ഈ പഠനം ഇങ്ങനെ ദീർഘമാകുമല്ലോ, വിസ്തീർണമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വാക്യം മാത്രം വായിച്ചു വിടാം. പുനരുദ്ധാനം ചെയ്ത കർത്താവ് എമ്മൗസിലേക്ക് പോയ 2 പേരോടൊപ്പം നടന്നു. കർത്താവ് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തു. യേശു കർത്താവാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം 37-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ എമൗസിലെ 2 പേര് കർത്താവിനെ കണ്ട് കർത്താവ് ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നേരെ തിരിച്ച് യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിലേക്ക് ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച, ഒരു മുറിയിൽ ശിഷ്യന്മാർ കൂടി ഇരുന്നിട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ വൃത്താന്തം പറയുന്നതാണ്. അപ്പോൾ ഇവർ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കും വഴിയിൽ വെച്ച് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഞങ്ങളുടെ കൂടെ വന്നു, യേശുവാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 37-ാം വാക്യം കണ്ടോ, അവർ ഞെട്ടി ഭയപ്പെട്ടു, ഒരു ഭൂതത്തെ കാണുന്നു എന്ന് തോന്നി. കർത്താവാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല, ഒരു ഭൂതത്തെ കാണുന്നു എന്നാണ് അവർക്ക് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾക്കും ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവസാന്നിധ്യം പോലും നമ്മൾക്ക് ഭീതിജനകമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ അവർക്ക് ആ വിധത്തിലാണ് തോന്നിയത്. എന്നാൽ കർത്താവ് എന്താ ചെയ്യുന്നത്? മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിനുമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുന്ന 6-ാം അധ്യായത്തിലും ഉണ്ട്. കർത്താവ് അവരുടെ അടുത്തോട്ട് ചെന്നിട്ട് അവർ കർത്താവിനെ കണ്ട് ഭൂതമെന്ന് വിചാരിച്ച് ഭയപ്പെടുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന വാക്ക്, 20-ാം വാക്യം നോക്കുക. അവൻ അവരോട്, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനാകുന്നു, പേടിക്കേണ്ട. ഇറ്റ് ഈസ് ഐ ആം. ഇത് ഞാനാണ്. കർത്താവ് പറയാണ്, ഇറ്റ് ഈസ് ഐ, നിങ്ങൾ പേടിക്കേണ്ട. ഗ്രീക്ക് ഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത് ഇഗോ ഈമി എന്നാണ്. ഞാനാണ്, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? കർത്താവ് പറഞ്ഞ ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന ആ പ്രയോഗം വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. യേശുക്രിസ്തുവിനെ കണ്ടിട്ട് അവര് സ്തംഭിച്ചു പോയി. ഈ കർത്താവിനെ തിരിച്ചറിയാതെ അവർ ഭാരപ്പെടുമ്പോൾ കർത്താവ് അവരോട് പറയുന്നത്, ഞാനാകുന്നു, നിങ്ങൾ പേടിക്കേണ്ട എന്നാണ്. ഇത് കർത്താവ് ഞാനാകുന്നു, ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട, ഞാനാകുന്നു എന്ന് പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ അപ്പോസ്തലനായ യോഹന്നാൻ കണ്ടിട്ട് ആ കാഴ്ച 13 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുവിനെ യോഹന്നാൻ അന്നുവരെ കാണാത്ത വിധത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ
യോഹന്നാൻ ഭയപ്പെട്ട് മരിച്ചവനെ പോലെ കർത്താവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. ആ വീണപ്പോൾ കർത്താവ് പറയുന്നത് 1-ാം അധ്യായം, വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലുണ്ട്. ഇതേ വാക്ക് തന്നെയാണ്, ഇതേ വാക്കല്ല, ഇതേ വചനം തന്നെയാണ് കർത്താവ് യോഹന്നാനോട് പറയുന്നത്. എന്താ? അവനെ കണ്ടിട്ട് അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. പിന്നെ അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. എന്നിട്ട് കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാനാണിത്, നീ പേടിക്കേണ്ട എന്ന് കർത്താവ് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തുക. ഈ പറഞ്ഞ വാചകത്തിന് നമ്മൾ മുമ്പും ചിന്തിച്ചിട്ടുണ്ട്. ഞാനാണ് എന്ന് കർത്താവ് പറഞ്ഞ, അല്ലെങ്കിൽ ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥവ്യാപ്തി വളരെ വിപുലമാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം തന്നെ 18-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇതേ വാചകം കർത്താവ് തന്നെ പിടിക്കാൻ വന്നവരോട് പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. കർത്താവ് ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. കണ്ടോ? ഞാനാകുന്നു, മലയാളത്തിൽ ഞാൻ തന്നെ എന്നാണ്, ഇംഗ്ലീഷിൽ ഞാൻ തന്നെ എന്ന് അയാം എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഇഗോ ഈമി എന്ന് ഗ്രീക്കിൽ കർത്താവ് പറയുകയാണ്. ആ ഗ്രീക്ക് ഭാഷയിൽ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കർത്താവ് പറഞ്ഞപ്പോൾ, അരാമ്യ ഭാഷയാണ് കർത്താവ് സംസാരിക്കുന്നത്. കർത്താവ് ഇത് പറഞ്ഞപ്പോൾ എന്താ? അവർ പിൻവാങ്ങി നിലത്ത് വീണു എന്ന്. അതേ വചനം തന്നെയാണ് ഈ ശിഷ്യന്മാരോട് കടലിന്റെ മീതെ നടന്നു വന്ന് കർത്താവ് പറയുന്നത്, ഞാനാകുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ വാചകം കേട്ടപ്പോൾ കർത്താവിനെ പിടിക്കാൻ വന്നവർ പിൻവാങ്ങി നിലത്ത് വീണു. അതിൻ്റെ ശക്തി നോക്കിക്കോണം, ആ വചനത്തിൻ്റെ ശക്തി എന്താണ്. ഇതിൻ്റെ കാരണം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ് കർത്താവ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞത് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ വചനമാണ്. പുറപ്പാട് 3-ന്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാനാകുന്നവൻ ഞാൻ ആകുന്നു. ഇത് ദൈവത്തിന് മാത്രം പറയാൻ യോഗ്യതയും അർഹതയുമുള്ള, ദൈവത്തിന് മാത്രം പറയുവാൻ അവകാശമുള്ള പ്രയോഗമാണ് ഞാൻ ആകുന്നു എന്നുള്ളത്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. ഇതാണ് ശിഷ്യന്മാർ കേട്ടത്, ഞാനാകുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞവരെ ധൈര്യപ്പെടുത്തുകയാണ്. ഇത് തിരുവെഴുത്തിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു കാര്യമാണ്. ദൈവമക്കളുടെ ആശ്വാസത്തിന് ഞാൻ ഇതൊന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. എന്താ? ശയ്യാപ്രവചനം 41, 43 തുടങ്ങിയുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാനാകുന്നു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാനാണ് നിന്റെ ദൈവം എന്ന്. നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. ഈ വചനങ്ങളെല്ലാം നമ്മൾക്കറിയാം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതും അത് തന്നെയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. എന്നിട്ട് കർത്താവ് ആ കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി. ശിഷ്യന്മാരെ കർത്താവ് അവരുടെ ജീവിതത്തിൽ നേരിട്ട ആ വലിയ പ്രതിസന്ധിയിൽ കർത്താവ് അവരെ വിടുവിക്കുകയാണ്, രക്ഷിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് ഒരു പ്രധാനപ്പെട്ട കാര്യം യോഹന്നാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ,
അതിൻ്റെ കാരണം നമുക്ക് ന്യായമായിട്ട് പറയാൻ കഴിയുന്ന കാര്യം മറ്റു സുവിശേഷകന്മാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവാം എന്ന് തന്നെ നമുക്ക് ധരിക്കാം. പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും കർത്താവ് പറയുന്ന മറുപടിയും തുടർന്ന് നടക്കുന്ന കാര്യവും യോഹന്നാൻ ഈ സുവിശേഷത്തിൽ തൻ്റെ ഈ അടയാളം രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ അത് എഴുതിയിട്ടില്ല. എന്നാൽ മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ യോഹന്നാൻ എഴുതാൻ വിട്ടുപോയ കാര്യം നമ്മൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. 28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ അതിന് പത്രോസ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്ക് വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. 31 യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. ഒട്ടേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നിങ്ങളൊക്കെ ചിന്തിച്ചോ? എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞ് ദൈവജനത്തെ ആശ്വസിപ്പിക്കുകയും ദൈവജനം പഠിപ്പിക്കുകയും ചെയ്യാം. ഇവിടെ യോഹന്നാൻ വിട്ടുകളഞ്ഞ എന്താ? ഞാനാകുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് കർത്താവ് മത്തായി സുവിശേഷത്തിലാണെങ്കിൽ അത് എഴുതിയിരിക്കുന്നത് കുറച്ചുകൂടെ ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. 27-ാം വാക്യത്തില് ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. 3 സെന്റൻസ് അവിടെയുണ്ട്. ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട. കർത്താവ് കടലിന്റെ മീതെ നടന്നു വരിക. കടല് ശാന്തമായിട്ടില്ല, കാറ്റടിക്കുക. ആ സമയത്ത് കർത്താവ് ഞാനാകുന്നു, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ പടകിൽ നിന്ന് പത്രോസ് കർത്താവിനോട് പറയുക, കർത്താവെ, നീ ആകുന്നെങ്കിൽ, കർത്താവെ, അവിടുന്നാണെങ്കിൽ അവിടുന്ന് ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്റെ അടുക്കൽ വരുവാൻ, ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതെന്നൊന്ന് കൽപ്പിക്കാൻ പോയി. കർത്താവ് പറഞ്ഞു, 29-ാം വാക്യം, വരിക, നീ വാ, കർത്താവ് പറയാണ് എന്ന് പറഞ്ഞ് കർത്താവ് വിളിച്ചു. എന്നിട്ട് പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ, സ്തോത്രം, വെള്ളത്തിന്മേൽ നടന്നു. യേശു വെള്ളത്തിന്മേൽ നടന്നതുപോലെ ലോക ചരിത്രത്തിൽ വേറൊരു വ്യക്തി വെള്ളത്തിന്റെ മീതെ നടന്നിട്ടുണ്ടെങ്കിൽ അത് പത്രോസ് അപ്പോസ്തലനാണ്. കർത്താവിന്റെ വാക്കിന് അവൻ ഇറങ്ങിയപ്പോൾ, അവൻ വെള്ളത്തിന്റെ മീതെ നടക്കാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ അവൻ വെള്ളത്തിന്റെ മീതെ നടന്നു. കേട്ടോ, ഇതൊരു വലിയ അത്ഭുതകരമായ സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ദൈവമക്കൾ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനത്തിന്റെ ആ കർത്താവിന്റെ വാക്കിൽ അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താ? അവൻ ആ വെള്ളത്തിന്റെ മീതെ നടന്ന് കർത്താവിന്റെ അടുക്കൽ ചെല്ലുവാൻ, വെള്ളത്തിന്റെ മീതെ നടന്ന് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ എന്താ സംഭവിച്ചത്? അവൻ കാറ്റ് കണ്ട് പേടിച്ചുപോയി. കണ്ടോ? വെള്ളത്തിന്റെ മീതെ നടന്ന ഈ മനുഷ്യൻ കാറ്റ് കണ്ട് പേടിച്ചുപോയി. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചവ മുങ്ങുക. കർത്താവേ, എന്നെ രക്ഷിക്കണമേ. കർത്താവ് കൈ നീട്ടി അവനെ പിടിച്ചു. ഞാനൊരു വസ്തുത പറയട്ടെ. നമ്മൾക്ക് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ വാക്കിന്, കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ ഭാഗമാകാൻ കഴിയും. കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ ഭാഗമാകുവാൻ നമ്മൾക്ക് കഴിയും. പക്ഷെ ഒരു കാര്യം നമ്മൾ അവിശ്വസിക്കരുത്. നമ്മൾ അവിശ്വസിച്ചാൽ നമ്മൾ മുങ്ങിത്തുടങ്ങും. എന്നാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, നമ്മൾ മുങ്ങിത്തുടങ്ങുമെന്നുള്ളത് ശരിയാണ്. എന്നാൽ നമ്മൾ മുങ്ങി
ചാകാൻ കർത്താവ് അനുവദിക്കുകയില്ല. അവിടെ നിന്ന് പത്രോസ് ഒരു വിളിക്കുന്നുണ്ട്, കർത്താവ് എന്നെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നുണ്ട്. കർത്താവ് കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. കണ്ടോ, നമ്മൾക്കൊക്കെ ഉള്ള വലിയ കുഴപ്പം ഇതാ. നമ്മൾ വലിയ അത്ഭുതമൊക്കെ ചെയ്യും, നമ്മൾ വലിയ അത്ഭുതത്തിന്റെ ഭാഗമാകും. പക്ഷേ നമ്മുടെ അല്പവിശ്വാസ നിമിത്തം നമ്മൾ പലപ്പോഴും സംശയിക്കും. എന്നാൽ അവിടെ കർത്താവ് കൈവിടുകയല്ല കേട്ടോ. നമ്മളത് മനസ്സിലാക്കി. നമ്മുടെ കർത്താവ് വളരെ മനസ്സിലുള്ളവരാണ്. കർത്താവ് കൈവിടുകയില്ല. എന്നിട്ട് പത്രോസിനെ പടകിൽ കയറുവാൻ അനുവദിച്ചു. കർത്താവ് അവനെ രക്ഷിക്കുകയാണ്. ഇത് നമ്മൾക്ക് വിശ്വാസ ജീവിതത്തിൽ അനുഗ്രഹീതമായ ഒരു നല്ല പാഠം നൽകുന്നതാണ്. യോഹന്നാൻ എഴുതുവാൻ വിട്ടുപോയ ഈ കാര്യം മത്തായി സുവിശേഷത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ പത്രോസ് പടകിൽ തിരികെ കയറി. കർത്താവ് എന്ത് ചെയ്തു? കാറ്റിനെ കർത്താവ് ശാന്തമാക്കി, കടലിനെ കർത്താവ് ശാന്തമാക്കി. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ യോഹന്നാൻ 6-ാം അധ്യായത്തിലേക്ക് വന്നേ. 6-ാം അധ്യായത്തിൽ 21-ാം വാക്യം വായിച്ചേ. അവിടെ ഒരു വലിയ സത്യം നമ്മൾ കാണുകയാണ്. കടലെല്ലാം ശാന്തമായി, ഒരു വലിയ അടയാളം നടന്നു, ശിഷ്യന്മാരുടെ ഭീതിയെല്ലാം മാറി, കർത്താവ് ശാന്തമായി അവരെ രക്ഷിക്കുകയാണ്. എന്നിട്ട് അടുത്തെന്താ നടക്കുന്നത്? 21-ാം വാക്യത്തിൽ അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. കർത്താവ് പടകിൽ കയറി എന്ന് തീർത്ത് നമുക്ക് പറയാം. കർത്താവ് പടകിൽ കയറുന്നില്ല. എന്ത് ചെയ്തു? അവർ ഇച്ഛിച്ചു കർത്താവിനെ പടകിൽ കയറ്റാൻ. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് നോക്കിയേ. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. എന്താ? കാറ്റ് ശാന്തമായി, കടല് ശാന്തമായി. ആ പ്രത്യേക സമയത്ത് തന്നെ എന്തു സംഭവിച്ചു? അവരെത്തേണ്ട സ്ഥലത്ത്, തുറമുഖത്ത് അവരെത്തേണ്ട സ്ഥലത്ത് അവർ എത്തിക്കഴിഞ്ഞു. അവരെ കർത്താവ് പറഞ്ഞു വിട്ടത് കപ്പർന്നഹൂമിലേക്കാണ്. ഇംഗ്ലീഷ് ബൈബിളില് അത് എഴുതിയിരിക്കുന്നത് നോക്കണം. കർത്താവ് ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ്ലി ദ ഷിപ്പ് വാസ് അറ്റ് ദ ലാൻഡ് whither they went. അവർക്ക് എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് ആ കപ്പല് സുരക്ഷിതമായി എത്തിക്കഴിഞ്ഞു. ഇമ്മീഡിയറ്റ്ലി, ക്ഷണത്തിൽ ആ പടക് അവരെത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. ഇത് ഒരു വലിയ ഒരു സന്ദേശം നൽകുകയാണ്. നമ്മുടെ ജീവിതത്തില് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക മാത്രമല്ല, നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ആ ക്ഷണത്തിൽ തന്നെ അവരെത്തേണ്ട സ്ഥലത്ത് കർത്താവ് അവരെ എത്തിക്കുകയാണ്. നോക്കണം, ഇവിടെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ അടയാളത്തിന്റെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് ഈ 1, 2, 4 കാര്യങ്ങൾ, ഈ അടയാളം, ഈ അത്ഭുതം, 4 പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, അടയാളങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, കർത്താവ് ഈ കടലിന്റെ മീതെ, വെള്ളത്തിന്റെ മീതെ നടക്കുന്നതാണ് ഒന്നാമത്തെ അത്ഭുതം. രണ്ടാമത്തെ അത്ഭുതം എന്താണ്? പത്രോസ് വെള്ളത്തിന്റെ മീതെ നടന്നു എന്നുള്ളതാണ്. ആരും വിചാരിക്കരുത് പത്രോസ് ഇറങ്ങി ഉടനെ വെള്ളത്തിൽ മുങ്ങിന്നല്ല. അവൻ നടന്നു. അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെ തന്നെ. നടന്ന് കർത്താവിനോട് സമീപിക്കുകയാണ്.
ആ പോകുന്ന പോക്കിൽ ആ കാറ്റ് കണ്ടിട്ട് അവൻ പേടിച്ചത്. ലോകത്തിൽ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ വെള്ളത്തിന്റെ മീതെ നടന്ന, കടലിന്റെ മീതെ, വെള്ളത്തിന്റെ മീതെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, കടലിന്റെ മീതെ നടന്ന സംഭവമാണ്. മൂന്നാമത്, കാറ്റ് ശാന്തമായി, കടല് ശാന്തമായി. ഇതാണ് മൂന്നാമത്തെ അടയാളം. നാലാമത്തേത് എന്താണ്? നാലാമത്തേതാണ് ഇപ്പൊ ഒടുവിൽ നമ്മൾ ചിന്തിച്ചത്. ക്ഷണനേരം കൊണ്ട് എന്ത് ചെയ്തു? ഈ വലിയ പ്രതിസന്ധിയും ഈ വലിയ കാറ്റും കോളും കടൽക്ഷോഭവും ഒക്കെ ഉണ്ട്. പക്ഷേ അപ്പൊ തന്നെ അവരെത്തേണ്ട സ്ഥലത്ത് കർത്താവ് അവരെ എത്തിച്ചു കഴിഞ്ഞു. ഒറ്റ ക്ഷണം കൊണ്ട്. നമ്മൾക്ക് ഈ ഇടയ്ക്കുള്ള ദൂരമുണ്ടല്ലോ, ഇവർ പോകേണ്ടിയിരുന്ന സ്ഥലത്തെത്തേണ്ടതിന് ഇടയ്ക്കുള്ള ആ ദൂരം, ആ ദൂരം അവര് പിന്നെ കപ്പലിൽ, പടകിൽ യാത്ര ചെയ്യേണ്ട, അവര് തണ്ടുവലിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. കടലിൽ നിന്ന് അവരെന്ത് ചെയ്യാണ്? ആ കപ്പല ക്ഷണത്തിൽ തന്നെ അവരെത്തേണ്ട തുറമുഖത്ത്. ഞാന് നമ്മുടെ ഭാഷയിൽ പറയുകയാണ്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 28-ാം അധ്യായത്തിൽ ആശിക്കുന്ന തുറമുഖം എന്നൊരു പ്രയോഗമാണ്. അവരെത്തേണ്ട ആ തുറമുഖത്ത് കർത്താവ് എത്തിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണോ? ഒരു ക്ഷണം കൊണ്ട് ഇത്രയും മൈൽ, ഇത്രയും ദൂരം അവരൊന്നും ചെയ്യാതെ ആ കപ്പൽ അവിടെ പെട്ടെന്ന് അങ്ങ് എത്തുമോ? തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞാൻ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റും. എന്നാൽ ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഒരു മെസ്സേജ് ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തു. ആ മെസ്സേജ് നമ്മുടെ UK-യിലുള്ള നമ്മുടെ ജോബിൻസനാണ് അയക്കുന്നതെന്നിരിക്കട്ടെ. ഒരു ബട്ടൺ ഞെക്കിയാൽ മതി. ആ ഞെക്കുന്ന താമസമേ ഉള്ളൂ. എന്ത് ചെയ്യാണ്? ആ മെസ്സേജ് അവിടെ ചെല്ലുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സ്ഥലം, ദൂരം ദൈവത്തിനൊരു വിഷയമേ അല്ല. സമയം ദൈവത്തിനൊരു വിഷയമല്ല. ദൈവത്തിന് നമ്മെ സഹായിക്കാൻ ഏത് സാഹചര്യത്തിലും സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. ഈ അടയാളത്തിൻ്റെ വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ അടയാളം യോഹന്നാന്റെ ഭാഷയിൽ അടയാളം, മറ്റ് സുവിശേഷകന്മാരുടെ ഭാഷയിൽ ഇത് ഒരത്ഭുതം. ഈ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? ഈ അത്ഭുതത്തിന്റെ, ഈ അടയാളത്തിന്റെ ഔട്ട്കം എന്താണ്? നമ്മൾ വളരെ ഗൗരവമായിട്ട് ഇതെല്ലാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നോക്കുക, മത്തായി സുവിശേഷം 14-ാം അധ്യായമാണല്ലോ നമ്മൾ ഇതോട് ചേർത്ത് ചിന്തിച്ചു വരുന്നത്. ഈ അടയാളം തന്നെ പറഞ്ഞിരിക്കുന്ന, അത്ഭുതം തന്നെ പറഞ്ഞിരിക്കുന്ന മത്തായി സുവിശേഷത്തിലെ ഭാഗം, അതിൻ്റെ പരിസമാപ്തി എന്താണ്? ഈ അടയാളത്തിന്റെ, ഈ അത്ഭുതത്തിന്റെ പരിസമാപ്തി എന്താണ്? 14-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം നോക്കുക. എന്താ? പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കേട്ടോ, കർത്താവ് ഏതൊരു അത്ഭുതം ചെയ്യുന്നതിൻ്റെ പിമ്പിലും കർത്താവിനുള്ള ഉദ്ദേശം ഇത് കണ്ടോ? എന്താ കർത്താവിന്റെ ഉദ്ദേശം? എന്താണ്? കർത്താവ് അവിടെ ആഗ്രഹിച്ച കാര്യം അവിടെ സാധിക്കുക. അവര് ഒരു കാര്യം മനസ്സിലാക്കി. എന്താ? ഈ അടയാളം കഴിഞ്ഞപ്പോൾ, ഈ അത്ഭുതം കഴിഞ്ഞപ്പോൾ, ആ പടകിൽ യാത്ര ചെയ്ത കർത്തൃശിഷ്യന്മാർ കർത്താവിന്റെ മുമ്പിൽ വീണ്, നോക്കണം അവിടെ എഴുതിയിരിക്കുന്നത്, അവനെ നമസ്കരിച്ചു എന്നാ. ഗ്രീക്ക് ഭാഷയിലൊക്കെ അതിൻ്റെ അർത്ഥം, ഈ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ കൈകൂപ്പി ഇങ്ങനെ നമസ്കരിച്ചു എന്നല്ല, കർത്താവിൻ്റെ കാൽക്കൽ വീണു എന്ന, സാഷ്ടാംഗ പ്രണാമം ചെയ്ത്
കർത്താവിനെ ആരാധിക്കുക. എന്നിട്ട് അവര് പറയുന്നത് എന്താ? കർത്താവേ, അവിടുന്ന് ദൈവപുത്രനാണ്. നീ ദൈവപുത്രൻ എന്ന് മാത്രമല്ല, നീ ദൈവപുത്രൻ സത്യം, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ അതിലൂടെ സാധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം നമ്മൾ ഏറ്റുപറയണം, കർത്താവിൻ്റെ മുമ്പിൽ വീഴണം. കർത്താവിന് കൊടുക്കേണ്ട മഹത്വം ദൈവമക്കൾ കൊടുക്കുവാൻ ആവശ്യമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരിക. അവിടെ ഈ അടയാളം കഴിഞ്ഞിട്ട് കർത്താവ് ഒരു വലിയ പ്രഭാഷണം നടത്തുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഈ 6-ാം അധ്യായത്തില് സുദീർഘമായ പ്രഭാഷണം എന്ന് പറയുന്നത് 71 വചനങ്ങൾ നീളുന്നതാണ് ഈ ദീർഘമായ പ്രഭാഷണം. അപ്പൊ കർത്താവ് ഈ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഈ അടയാളം കഴിഞ്ഞതിന് ശേഷം കർത്താവ് ഈ ദീർഘമായ പ്രഭാഷണം നടത്തുന്നുണ്ട്. അവിടെ സംഭവിച്ചെന്താന്ന് നോക്കിയേ. 6-ാം അധ്യായത്തിന്റെ 69-ാം വാക്യം നോക്കിയേ. 6-ാം അധ്യായത്തിന്റെ 69-ാം വാക്യം. യോഹന്നാൻ, നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാര് പറയുന്നതെന്ന് അറിയാമോ? ഇത് പത്രോസ് പറയുന്നതാ. കർത്താവിന്റെ ആളത്വത്തിന്റെ മഹത്വം തൻ്റെ വത്സല ശിഷ്യന്മാരറിയുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ അടയാളങ്ങളൊക്കെ ചെയ്തത്. കേട്ടോ, യേശു കർത്താവ് ചെയ്തിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളുടെയും പിമ്പിൽ കർത്താവിനുള്ള ഏറ്റവും വലിയ ഉദ്ദേശവും കർത്താവിൻ്റെ ഏറ്റവും വലിയ താല്പര്യവും താൻ ആരാണ് എന്ന് അവരറിയണം, മാത്രമല്ല ലോകവും അത് അറിയണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാണ് സത്യം എന്ന് ഈ അടയാളം കഴിഞ്ഞിട്ട് പറയുന്നു. തുടർന്ന് ഈ അടയാളത്തെ തുടർന്ന് കർത്താവിൻ്റെ പ്രസംഗം കേട്ടിട്ട് പത്രോസ് പറയുന്നു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു, ഞങ്ങൾ കണ്ട് അറിഞ്ഞുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരു ചെറിയ ഒരു പരിജ്ഞാനമല്ല. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിൻ്റെ മഹത്വം അറിയുന്നത് ഒരു ചെറിയ പരിജ്ഞാനമല്ല. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് ഇത് തന്നെ പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് പത്രോസിനോട് പറയുന്ന ഒരു വചനം നമുക്കെല്ലാം മനപ്പാടം അറിയാം. എന്താ? ഇത് ജഡരക്തങ്ങളല്ല, ബർയോനാശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഞാൻ പറയട്ടെ, സ്വർഗീയനായ ദൈവത്തിൻ്റെ വെളിപാടാണ് യേശുക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് ലഭിക്കുന്ന വിവേകം എന്ന് ഈ അടയാളത്തിലൂടെ നമ്മൾക്ക് വ്യക്തമാകുക. ഇനി നമ്മൾക്ക് ഈ അടയാളത്തിൻ്റെ വ്യാഖ്യാനം ഇത് നമ്മളൊന്ന് ഇന്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ, യേശുക്രിസ്തു ഈ വെള്ളത്തിൻ്റെ മീതെ നടന്നു വന്നതും കടലിനെ കാറ്റിനെ ശാന്തമാക്കിയതും ഈ അടയാളം വ്യക്തമാക്കാൻ ഇതിൻ്റെ വ്യാഖ്യാനം എങ്ങനെയാണ് എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഈ അടയാളം കർത്താവ് ചെയ്യുന്നത്, അതിൻ്റെ സന്ദർഭം നമുക്കറിയാം. നമുക്കൊന്നുകൂടെ റിവേഴ്സിൽ പോവാം. 15-ാം വാക്യത്തിൽ കർത്താവായ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആ ശ്രമത്തിനോട് ചേർന്നാണ് ജനം കർത്താവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിച്ചപ്പോഴാണ് കർത്താവ് ഈ കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുന്ന, ഈ കടലിലൂടെ യാത്ര ചെയ്ത
പടകിൽ യാത്ര ചെയ്ത ശിഷ്യന്മാരെ സുരക്ഷിതമായി അവരെത്തേണ്ടിടത്ത് എത്തിക്കുന്ന ഈ അടയാളം ചെയ്യുന്നു. എന്താണ് ഇത് വ്യക്തമാക്കുന്നത്? നമ്മൾക്ക് ഇനി അല്പം ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിപ്പം ഇതുവരെ ഞാൻ പറഞ്ഞത് ആ അടയാളത്തിലൂടെ നമ്മൾ സഞ്ചരിച്ച അക്ഷരീകമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതിൻ്റെ വ്യാഖ്യാനം നൽകുകയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഇത് പഠിക്കാനായിട്ട് സാധിക്കും? ഈ ഇളകി മറിയുന്ന കടല് എന്തിനെ കാണിക്കുകയാണ്? നോക്കുക, യെശയ്യാ പ്രവചനം 57-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ ഈ ഇളകി മറിയുന്ന കടൽ എന്തിനെ കാണിക്കുകയാണ്? യെശയ്യാ പ്രവചനം 57-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിനെ അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്തു. കണ്ടോ, ഇത് വെളിപ്പെടുത്തുന്ന ഒരു വലിയ സത്യമുണ്ട്. എന്താ? ദുഷ്ടന്മാരുടെ സമാധാനമില്ലാത്ത ഹൃദയം. ഒരു പാപി, ദുഷ്ടൻ എന്ന് പറഞ്ഞാല് ദുഷ്പ്രവർത്തി ചെയ്യുന്ന, കടുങ്കൈ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥമല്ല. ബൈബിളിൽ എവിടെ ദുഷ്ടൻ എന്നുള്ള വാക്കുണ്ടോ അവിടെ എല്ലാം അർത്ഥമാക്കിയിരിക്കുന്നത് രക്ഷിക്കപ്പെടാത്തവനെ ഉദ്ദേശിച്ച, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെല്ലാം രക്ഷിക്കപ്പെടാത്തവരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ക്രൂരപ്രവൃത്തികൾ, രക്ഷിക്കപ്പെടാത്തവര് അങ്ങനെയുള്ള ക്രൂരപ്രവൃത്തികൾ ചെയ്യുമല്ലോ. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇതാണ്: നീതീകരണം പ്രാപിക്കാത്തവർ, രക്ഷിക്കപ്പെടാത്തവർ. അവന്റെ ഹൃദയം എങ്ങനെയാണ്? കർത്താവ് വ്യക്തമാക്കുകയാണ്. ഒരു പാപിയുടെ ഹൃദയം കലങ്ങി മറിയുന്ന കടൽ പോലെയാണ്. അടങ്ങിയിരിക്കുവാൻ കഴിയാത്ത ഒരു കടലിന്റെ സ്ഥിതിയാണ് അവന്റെ ഹൃദയം. അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്ന അവസ്ഥയാണ് ദുഷ്ടന്മാർക്ക്. അതിൻ്റെ സാരസംഗ്രഹം പറയാണ്: ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ഒന്നാമത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ സത്യം, ഒരു പാപിയുടെ ഇളകി മറിയുന്ന കടലിന് സമാനമായ, കാറ്റടിച്ച് മുങ്ങാൻ തുടങ്ങുന്ന ഒരു പടകിന്റെ സ്ഥിതിയിൽ കഴിയുന്ന ഒരു ദുഷ്ടന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകി അവനെ ആശിക്കുന്ന തുറമുഖത്തെത്തിക്കുവാൻ നമ്മുടെ കർത്താവായ യേശുവിനെ സാധിക്കുകയുള്ളൂ. ഈ അടയാളം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ അനുഗ്രഹീതമായ പാഠമാണിത്. ഇത് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. സുവിശേഷം യേശുക്രിസ്തു ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം: വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. യേശുക്രിസ്തു നൽകുന്ന സമാധാനം. പുനരുദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് തൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ ഉയർത്തി അവരോട് പറഞ്ഞു: നിങ്ങൾക്ക് സമാധാനം. ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് സമാനമായ മനുഷ്യഹൃദയത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഏറ്റവും അനുഗ്രഹീതമായ അനുഭവം നൽകുവാൻ കഴിയുന്ന സുവിശേഷം, അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ഈ 1-2 വാചകങ്ങളിൽ പറഞ്ഞു പോവുകയാണ്. ഈ ഭാഗം തീർക്കണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകും. രണ്ടാമത്, ഇതിന് വേറെ ഒരു മാനം കൂടെയുണ്ട്. നോക്കണം, വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിൽ അവിടെ ഈ പെരുവെള്ളത്തെ കുറിച്ച്, ഈ വെള്ളം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെളിപാട് പുസ്തകത്തിൽ ഞാൻ ഒരു വേദഭാഗം മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വെളിപാട് പുസ്തകം 17-ാം അധ്യായം 1 നോക്കാം നമ്മൾക്ക്.
വെളിപാട് പുസ്തകം പിന്നെ 17 പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന പെരുവെള്ളത്തിന്റെ മീതെ ഇരിക്കുന്ന മഹാവേശിയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം. പെരുവെള്ളത്തിന്റെ മീതെ ഇരിക്കുന്ന പെരുവെള്ളം, ആ വെള്ളത്തിന്റെ മീതെ ഇരിക്കുന്ന മഹാവേശ്യയ്ക്ക് വരുവാൻ പോകുന്ന ന്യായവിധി ഞാൻ കാണിച്ചു തരാം. യോഹന്നാനെ വിളിച്ച് കർത്താവ് പറയുന്ന കാര്യമാണ്. എന്താണ് ഈ പെരുവെള്ളത്തിന്റെ മീതെ ഇരിക്കുന്ന ഈ മഹാവേശ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 15-ാം വാക്യം നോക്കാട്ടെ. 15-ാം വാക്യത്തിൽ പറയുന്നത് കണ്ടോ? പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം എന്താ? വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. പ്രിയപ്പെട്ടവരെ, എന്താ ഈ ഇളകി മറിയുന്ന കടൽ? ഈ പെരുവെള്ളം എന്താണ്? യോഹന്നാനോട് കർത്താവ് അതിന്റെ വ്യാഖ്യാനം പറയുകയാണ്. നമ്മൾ ആരും അതിന്റെ വ്യാഖ്യാനം കണ്ടെത്തണ്ട. നോക്കണം, നീ കണ്ട ഈ പെരുവെള്ളമുണ്ടല്ലോ, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. ഭാവിയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും പ്രചണ്ഡമായ, ഏറ്റവും ഭയവിഹുലമായ, ക്രൂരമായ, ഭീകരമായ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 17-ാം അധ്യായത്തിൽ മഹദിയാം ബാബിലോണിനെ കുറിച്ചാണ് പറയുന്നത്. ഈ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ ബാബിലോണെ ഉപമിച്ചിരിക്കുന്ന ഒരു സ്ത്രീയോടാണെന്ന് മാത്രമല്ല, അനാശാസ്യ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് ഒടുവിൽ പറയുകയാണ്, ഇത് വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും ആണ് എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. ഇത് ഉൽപ്രാപണത്തിനും മഹത്വപ്രത്യക്ഷതയ്ക്കും ഇടയ്ക്കുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ റാപ്ചർ, കർത്താവ് വന്ന് സഭയെ ചേർത്ത് കഴിഞ്ഞിട്ട് കർത്താവ് രാജാവായി ഭൂമിയിലേക്ക് വരുന്നതിന് ഇടയ്ക്കുള്ള 7 വർഷത്തെ മഹാപീഡന കാലഘട്ടം. ആ കാലത്ത് ഈ ലോകത്തിൽ ജീവിക്കുന്ന പ്രത്യേകിച്ചും വൃതസ്ഥരായിട്ടുള്ള ആളുകൾ, യഹൂദന്മാർ മാത്രമല്ല, ജാതികളിൽ നിന്നും 13-ാം അധ്യായം വായിക്കുമ്പോൾ വ്യക്തമാണ്, ജാതികളിൽ നിന്നും അനേകർ വിശ്വാസത്തിന് അധീനരാകുന്നുണ്ട്. അവർ നേരിടേണ്ടി വരുന്ന വലിയ പീഡനമാണ്. ഇതിനെ രണ്ടായിട്ട് കാണണം. ഈ 17-ാം അധ്യായത്തിൽ വരുമ്പോൾ 2 വിധത്തിലുള്ള പീഡകളാണ് ആ കാലത്ത് ജീവിക്കുന്ന വൃതസ്ഥന്മാർ, മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്ത, ആ മൃഗത്തിൻ്റെ സംഖ്യ ഏൽക്കാത്ത, നെറ്റിയിലോ കയ്യിലോ ആ മൃഗത്തിൻ്റെ സംഖ്യ ഏൽക്കാത്ത, പീഡനം അനുഭവിക്കേണ്ടി വരുന്ന വൃതസ്ഥരായിട്ടുള്ളവർ നേരിടേണ്ടി വരുന്ന പീഡനം. ഞാൻ പറയുന്നത് ഇത്തിരി കട്ടിയായിരിക്കുമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകില്ല. ഈ പീഡനം 2 മേഖലകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒന്ന് രാഷ്ട്രീയ രംഗത്ത് നിന്നാണ്. ആ രാഷ്ട്രീയ നേതാവ് ആരാണെന്നറിയാമോ? ആ കാലഘട്ടത്തിൽ ആവിർഭവിക്കുവാൻ പോകുന്ന ലോക രാഷ്ട്രത്തിന്റെ നേതാവായി വരുന്ന ആന്റി ക്രൈസ്റ്റാണ്. നമ്മൾ അന്തിക്രിസ്തു എന്ന് പറയുന്നയാള്.
അദ്ദേഹത്തിൽ നിന്നാണ് എന്താ രാഷ്ട്രീയമായ പീഡനം ദൈവജനം ഏൽക്കേണ്ടി വരുന്നത്. ദൈവജനം എന്ന് പറയുമ്പോൾ സഭയല്ലെന്ന് ഓർത്തോണം. സഭ ഈ സമയത്ത് എടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വൃതസ്ഥരായിട്ടുള്ള ആളുകളാണ്. അവർ നേരിടേണ്ടി വരുന്ന പീഡനം ഒന്ന് പൊളിറ്റിക്കൽ ബാബിലോൺ, രാഷ്ട്രീയ ബാബിലോൺ, അതിൽ നിന്ന് നേരിടുന്ന പീഡനമാണ് ഈ 16-ാം അധ്യായം വരെ കാണുന്നത്. 17-ാം അധ്യായത്തിൽ കാണുന്ന പീഡനം ഏതാണെന്നറിയാമോ? അത് രാഷ്ട്രീയ രംഗത്ത് നിന്നുണ്ടാകുന്നതല്ല, മറിച്ച് അത് മതപരമായ രംഗത്ത് നിന്ന് നേരിടുന്നതാണ്. അതിനെയാണ് റിലീജിയസ് ബാബിലോൺ എന്ന് പറയുന്നത്. മതപരമായ രംഗത്ത് നിന്നുണ്ടാകുന്ന, ഞാനത് തെളിച്ച് ഒന്നും അത് വ്യക്തമാക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഭാവിയിൽ കർത്താവ് വന്ന് സഭയെ എടുത്തു കഴിഞ്ഞിട്ടും ഇവിടെ നാമധാരികളായിട്ടുള്ള മതം ഇവിടെ ഉണ്ട്. യേശുക്രിസ്തുവിന്റെ പേര് പറയുന്ന മതം ഇവിടെ ഉണ്ട്. ആ മതരംഗത്ത് നിന്ന് രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് മാത്രമല്ല, മത നേതാക്കന്മാരിൽ നിന്നും എന്ത് ചെയ്യേണ്ടി വരും? ദൈവജനം പീഡനം നേരിടേണ്ടി വരും. ഇത് വാസ്തവത്തിൽ എന്താണ് കാണിക്കുന്നതെന്നറിയാമോ? 13-ാം അധ്യായം നോക്കിയാൽ അറിയാം. വെളിപാട് പുസ്തകം 13-ാം അധ്യായം നോക്കിയാൽ അറിയാം. ഈ പടകിലിരുന്ന് ശിഷ്യന്മാർ അനുഭവിച്ച അതേ മാനസിക പ്രശ്നമാണിത്. കടലിളകിയിരിക്കുകയാണ്, കാറ്റ്, കൊടുങ്കാറ്റ്, പെരുങ്കാറ്റ് ആഞ്ഞടിക്കുക. രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള പീഡനം, മതരംഗത്ത് നിന്നുള്ള പീഡനം, ഇത് രണ്ടും ഈ പടകിൽ ഈ ശിഷ്യന്മാർ അവരുടെ യാത്രയിൽ അനുഭവിച്ചതുപോലെ തന്നെ ഓർക്കണം. അവർ പീഡനം നേരിടുന്ന ഒരു ദയനീയ സ്ഥിതി വരാൻ പോവുകയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ സമയത്താണ് രാജാധിരാജാവായി, കർത്താധി കർത്താവായി ആ പീഡനത്തെ അമർച്ച ചെയ്തുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തു രംഗപ്രവേശനം ചെയ്യാൻ പോകുന്നത്. നോക്കണം, വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിലെ ഒരു വചനം നമ്മൾക്ക് വേഗം ഒന്ന് നോക്കാം. വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. എന്താ? 19-ാം അധ്യായം 16-ാം വാക്യം. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ആ കർത്താവിന്റെ ഉടുപ്പിന്മേലും തുടമേലും. ശ്രദ്ധിക്കണേ, ഇത് ഞാനൊന്ന് കണക്ട് ചെയ്യട്ടെ, പെട്ടെന്ന് ഇതൊന്ന് കണക്ട് ചെയ്യുക. യേശുവിനെ യഹൂദന്മാർ പിടിച്ച് രാജാവാക്കാൻ പോവുകയാണ്. അപ്പോഴാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ശിഷ്യന്മാരെ പടകിൽ കയറ്റി അക്കരയ്ക്ക് വിടുന്നത്. ആ സമയത്താണ് കർത്താവ് വന്ന് ആ പടകിനെ രക്ഷിക്കുന്നത്, കാറ്റ് ശാന്തമാകുന്നത്, കടല് ശാന്തമാക്കുന്നത്. എന്നിട്ട് ആ ശിഷ്യന്മാരെ സുരക്ഷിതരായി നിമിഷ നേരം കൊണ്ട് അവരെത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് ആ സമയത്താണ്. നോക്കണം, യേശു ക്രിസ്തുവിനെ രാജാവാക്കാൻ ശ്രമിക്കുമ്പോൾ, സ്തോത്രം, രാജാതിരാജാവായി കർത്താതി കർത്താവായി യേശു ക്രിസ്തു ഭാവിയിൽ വെളിപ്പെട്ട് മഹാപീഡനത്തിലൂടെ കടന്നുപോകുന്ന ദൈവജനത്തെ അവരാശിക്കുന്ന സ്ഥലത്ത്, അവരാശിക്കുന്ന തുറമുഖത്ത് അവരെ കർത്താവ് എത്തിക്കാൻ പോവുകയാണ്. ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന മഹത്തരമായ ഒരു മഹാ സംഭവമാണ്. യേശുക്രിസ്തു രാജ്യങ്ങളുടെ മേൽ തൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്ന രംഗമാണ്. ഇപ്പോൾ
തിബരിയാസിൽ അവർ അപ്പം തിന്ന സ്ഥലത്തല്ല യേശു ക്രിസ്തു. അവിടെ നിന്ന് ഇപ്പോൾ കർത്താവ് എവിടെ എത്തിയിരിക്കുകയാണ്? കർത്താവ് ശിഷ്യന്മാര് ഇപ്പോൾ കപ്പർന്നഹൂമിൽ എത്തിയിരിക്കുകയാണ്. ഞാനിത് ഒന്ന് വ്യക്തമാക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഇതിനിടയ്ക്ക് എന്ത് ചെയ്തു? അപ്പം ജനത്തിന് കൊടുത്തതിന് ശേഷം, 5 അപ്പം കൊണ്ട് അവരെ പോഷിപ്പിച്ചതിന് ശേഷം കർത്താവ് എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിപ്പോയി. കർത്താവ് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോയി. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ഈ ശിഷ്യന്മാരെ പറഞ്ഞ് അയച്ചതിന് ശേഷം കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് തനിയെ പ്രാർത്ഥിക്കുവാൻ ഉയരത്തിലേക്ക് പോകുകയാണ്. ഈ ശിഷ്യന്മാർ പടകിൽ അക്കരയ്ക്ക് പോവുകയാണ്. കപ്പർന്നഹൂമിലേക്ക് കർത്താവ് ഇവരെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഇപ്പോൾ കർത്താവ് ഇവിടെയാണ്, ഉയരത്തിലാണ്. ഇതിന്റെ ഒടുവിൽ സംഭവം നടക്കുന്നത് നിങ്ങൾ കണ്ടോ? യേശുക്രിസ്തു ആ പടകിൽ കയറിയില്ല. ഈ ശിഷ്യന്മാര് കർത്താവ് അത്ഭുതം ചെയ്ത് ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയിട്ടും കർത്താവിനെ ഈ പടകിൽ കയറ്റാൻ ശ്രമിച്ചിട്ട് കർത്താവ് അതിൽ കയറിയില്ല. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവിടെ നിന്ന് മാറുകയാണ്. എന്നിട്ട് എന്താ അവിടെ നടക്കുന്നത് എന്ന് നോക്കുക. 22-ാം വാക്യം, യോഹന്നാൻ 6:22. പിറ്റേന്നാൾ കടൽക്കര നിന്ന പുരുഷാരം ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നു എന്നും യേശു ശിഷ്യന്മാരോട് കൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു. നോക്കണം, കർത്താവ് അവിടെ നിന്ന് പോയി. അവിടെ കർത്താവില്ല. കർത്താവില്ലെന്ന് മാത്രമല്ല, ശിഷ്യന്മാരും അവിടെ ഇല്ല. തൊട്ടടുത്ത് പറയുന്നു കുറെ ചെറുപടകുകൾ മാത്രം അവിടെ എത്തിയിട്ടുണ്ട്. എന്തിനാ? കർത്താവിനെ തിബരിയാസിൽ ചില ചെറുപടകുകൾ എത്തിയിരുന്നു. യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരും ഇല്ല എന്ന് പുരുഷാരം കണ്ടപ്പോൾ തങ്ങളും പടക് കയറി യേശുവിനെ തിരഞ്ഞ് കപ്പർന്നഹൂമിലെത്തി. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ സത്യമല്ലേ? യേശു അവിടെ ഇല്ല, ശിഷ്യന്മാരും അവിടെ ഇല്ല. യേശു ക്രിസ്തുവും തൻ്റെ ജനവും അവിടെ ഇല്ല. അവർ മാറി, അവരവിടെ ഇല്ല. എന്നാൽ പിന്നീട് കർത്താവിനെ ഇവർ കാണുന്നത് എവിടെയാണ്? നോക്കുക, 25-ാം വാക്യം. കടലിനക്കരെ അവനെ കണ്ടപ്പോൾ റബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. ഞാൻ പറയട്ടെ, ദൈവജനത്തെയും കൊണ്ട് കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിലേക്ക് പോയ കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് ആകാശവിധാനത്തിൽ വന്ന് തൻ്റെ സഭയെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചേർക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ മറ്റൊരു സംഭവം നടക്കുകയാണ്. ലോക രാഷ്ട്രങ്ങളുടെയും മത നേതൃത്വത്തിൻ്റെയും പീഡയിൽ കൂടെ കടന്നു പോകുന്ന ഒരു ജനം കർത്താവിൻ്റെ കൃപയാൽ, യേശുക്രിസ്തുവിൻ്റെ മഹത്വത്താൽ രക്ഷിക്കപ്പെടുന്നു. അവർ ഇരുവരും കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു സംഗമമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. യേശു കപ്പർന്നഹൂമിൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ച സ്ഥലത്ത് കർത്താവ് എത്തുന്ന രംഗമാണ്. അഥവാ നസ്രയത്തിൻ്റെ അടുത്ത കർത്താവ് വളർന്ന സ്ഥലത്ത് കർത്താവ് എത്തുന്ന രംഗമാണ്. ജനിച്ച സ്ഥലമല്ല, കർത്താവ് വളർന്ന സ്ഥലത്ത് കർത്താവ് എത്തുന്ന രംഗമാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ പടകിലൂടെ, ഈ പ്രതിബന്ധങ്ങളുടെ നടുവിലൂടെ ഈ ശിഷ്യന്മാരെ കർത്താവ് കടത്തി
അവരെ രക്ഷിക്കുന്നത് ഭാവിയിൽ യഹൂദന്മാർ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പീഡനവും അതിൽ കൂടെ അവർക്ക് ലഭിക്കുന്ന രക്ഷയുടെയും മനോഹരമായ ഒരു ചിത്രമായിട്ട് നമ്മൾക്കിതിനെ കാണാൻ സാധിക്കും. നോക്കണം, ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ നമ്മൾ ഇവിടെ കണ്ട കാര്യം എന്താ? കർത്താവിടില്ല, കർത്താവ് അവിടെ നിന്ന് പോയി. പിന്നീട് കർത്താവിനെ അന്വേഷിക്കുകയാണ് ആര്? യഹൂദന്മാർ. പിന്നെ കർത്താവിനെ അവർ കാണുന്നത് ആരോടുകൂടെയാണ്? തൻ്റെ ശിഷ്യന്മാരോടുകൂടെ കർത്താവിനെ അവർ കാണുകയാണ്. ഈ സമയത്ത് യഹൂദൻ തനിച്ചാണ് അവർ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ആ കാലഘട്ടത്തിലാണ് കർത്താവ് അവരെ രക്ഷിക്കുവാൻ തയ്യാറാകുന്നത്. ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവജനമായ നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന രക്ഷയും, രക്ഷ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ കർത്താവ് രണ്ടാമത് പ്രത്യക്ഷനായി നമുക്ക് ലഭിക്കുന്ന ആ വലിയ രക്ഷയും, തുടർന്ന് യഹൂദന് ലഭിക്കുന്ന രക്ഷയും, യേശുക്രിസ്തു രാജാതിരാജാവായി പ്രത്യക്ഷപ്പെടുന്ന മഹത്വ പ്രത്യക്ഷതയും വെളിപ്പെടുത്തുന്ന ഒരടയാളമായി നമ്മൾക്ക് ഇതിനെ കാണുവാനായി സാധിക്കും എന്നുള്ളതാണ് വലിയ സത്യം. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? 24-ാം വാക്യത്തിലേക്ക് നമ്മൾക്ക് വരാം. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്ന് നമ്മൾ മടങ്ങി വരികയാണ്. യേശുവും ശിഷ്യന്മാരും ഇപ്പോൾ എവിടെ എത്തിയിരിക്കുകയാണ്? കപ്പർന്നഹൂമിൽ എത്തിയിരിക്കുകയാണ്. കപ്പർന്നഹൂം എന്ന് പറയുന്നത് ഗലീലയിലെ ഒരു പട്ടണമാണ്. ഗലീലയിലെ പട്ടണങ്ങളിൽ ഒന്നാണ് ഈ കപ്പർന്നഹൂമിനോട് ചേർന്നുള്ള കപ്പർന്നഹൂമിലെ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ നാസറത്ത് എന്ന് പറയുന്നത്. ആ പള്ളിയിൽ ചെന്നാണ് കർത്താവ് ന്യായപ്രമാണം വായിച്ചത്, യെശയ്യാ പ്രവചനം വായിച്ചത്. തുടർന്നാണ് കർത്താവ് പത്രോസിന്റെ വീട്ടിൽ ചെന്ന് കർത്താവ് തൻ്റെ പത്രോസിന്റെ അമ്മാവിയമ്മയ്ക്ക് സൗഖ്യം നൽകുന്നത്. തുടർന്ന് ഈ കപ്പർന്നഹൂമിൽ പണ്ഡിതാഭിപ്രായം അനുസരിച്ച്, ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ, പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് ചുരുങ്ങിയത് യേശുക്രിസ്തു 16 പ്രാവശ്യം ഈ കപ്പർന്നഹൂമിൽ പോയിട്ടുണ്ട്, കപ്പർന്നഹൂമിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് കർത്താവ് നിരവധി അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് കർത്താവിൻ്റെ സ്വന്തം പട്ടണമാണ്. ഈ സ്ഥലത്ത് വെച്ച് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് മർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന, അറിയാമല്ലോ, പക്ഷവാത രോഗിയല്ല, പക്ഷവാതം എന്ന് പറയുന്നത് ശരിയല്ല, തളർവാദം പിടിച്ചു കിടന്ന മനുഷ്യനെ 4 ആൾ കൂടി ഒരു കിടക്കയോടുകൂടെ കൊണ്ടുവന്ന് കർത്താവ് സൗഖ്യമാക്കുന്ന ആ രംഗം മാർക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം. തുടർന്ന് മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ, ഞാൻ ചില സംഭവങ്ങൾ മാത്രമാണ് പറയുന്നത്, 17-ാം അധ്യായത്തിൽ 24 മുതൽ 27 വരെയുള്ള വാക്യം. ഇവിടെ വെച്ചാണ് ചതുർദ്രഹ്മയുടെ അത്ഭുതം കർത്താവ് ചെയ്യുന്നത്, കർത്താവ് അടയാളം ചെയ്യുന്നത്. പത്രോസിൻ്റെയും കർത്താവിൻ്റെയും കരമടയ്ക്കാൻ വേണ്ടി ചതുർദ്രഹ്മയുടെ അടയാളം കർത്താവ് അത്ഭുതം ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. ഇങ്ങനെ നിരവധി അടയാളം കപ്പർന്നഹൂമിൽ ചെന്ന കർത്താവ് ചെയ്തതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. കുറഞ്ഞപക്ഷം തിരുവെഴുത്തടിസ്ഥാനത്തിൽ യേശു ജീവിച്ച സ്ഥലം, നഗരമാണത്. കുറഞ്ഞപക്ഷം കർത്താവ് 16 തവണ അവിടെ ചെല്ലുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു സ്ഥലമാണ് ഈ കപ്പർന്നഹൂം എന്ന് പറയുന്ന പട്ടണം. ഒടുവിൽ ഈ പട്ടണത്തോട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്ന ഭാവിപരമായ ഒരു കാര്യം നമ്മൾക്ക് വേഗം ഒന്ന് നോക്കാം.
മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിൽക്കുമായിരുന്നു. അടുത്തത്. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാട്ടിന് സഹിക്കാവതാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ സമയത്ത് തന്നെ യേശു മതി. കണ്ടോ, ഒരു ജനതയോട്, ഒരു സ്ഥലത്തോട് കർത്താവിന്റെ മഹാകരുണയും കൃപയും കർത്താവ് പ്രകടിപ്പിക്കുകയാണ്. വീണ്ടും കർത്താവ് കപ്പർന്നഹൂമിൽ എത്തിയിരിക്കുകയാണ്. യോഹന്നാൻ 6-ൽ നമ്മൾ കണ്ടതാണ്. കർത്താവ് വീണ്ടും കപ്പർന്നഹൂമിൽ എത്തിയിരിക്കുകയാണ്. നിരന്തരം ഒരു സ്ഥലത്ത് ചെന്ന് കർത്താവ് വിവിധ വീര്യ പ്രവർത്തികൾ ചെയ്തു. അവരെ കർത്താവ് പലവട്ടം ക്ഷണിച്ചു. മാനസാന്തരത്തിന്റെ സന്ദേശം കർത്താവ് അവർക്ക് നൽകി. എന്നാൽ സംഭവിച്ചതെന്ത്? ആ ജനം, ആ നഗരം കർത്താവിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. സംഭവിച്ചെന്താണ്? ഏറ്റവും ഒടുവിൽ കർത്താവ് 23-ാം വാക്യം, കർത്താവ് ന്യായവിധി പറയുക. നമ്മൾ ഓർക്കണേ പ്രിയപ്പെട്ടവരെ, കർത്താവ് തൻ്റെ കൃപയിലും കരുണയിലും ജനത്തോട് സ്നേഹത്തോടെ അവരെ രക്ഷിക്കുവാൻ കർത്താവ് തന്നാലാവോളം കർത്താവ് ശ്രമിക്കുകയാണ്. എന്നാൽ ഒടുവിൽ കർത്താവ് എന്താ ചെയ്തത്? ആ നഗരത്തിന് നേരെ ന്യായവിധിയാണ്. ഇതൊരു വലിയ സന്ദേശം ജനത്തിന് നൽകുന്നതാണ്. ഞാൻ വേഗം പറയട്ടെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ശപിക്കുക, കർത്താവ് ന്യായവിധി പറയുക, അത് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രക്ഷിക്കുക എന്നുള്ളതാണ്, കൃപ എന്നുള്ളതാണ് കർത്താവിന്റെ ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള കർത്താവിന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഒരൊറ്റ വ്യക്തിയെ നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഞാൻ വാക്യങ്ങളൊന്നും ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം, അതാണ് കർത്താവിന്റെ ആഗ്രഹം. എന്നാൽ കർത്താവ് കഴിവിന്റെ പരമാവധി എന്ന് പറഞ്ഞ കഴിവിന്റെ പരമാവധി കർത്താവ് രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും രക്ഷയിലേക്ക് വരാത്തവരെയാണ് കർത്താവ് കൈവിടുന്നത്. ഓർത്തോണേ, ഇതാരും മറന്നുപോകും. കർത്താവ് കപ്പർന്നഹൂമിനോട് പറയുക, നീ എൻ്റെ സ്വന്തം സ്ഥലമാണ്. കപ്പർന്നഹൂമേ, നിനക്ക് ഹാ കഷ്ടം. ബത്സയിദയെ, നിനക്ക് ഹാ കഷ്ടം. നോക്കണം, മോളിൽ പറയുന്നുണ്ട് കേട്ടോ, 21-ാം വാക്യത്തിൽ, കോരസിനെ നിനക്ക് ഹാ കഷ്ടം, ബത്സയിദയെ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് രക്ഷിക്കപ്പെടുമായിരുന്നു, മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമിനും സീദോനും സഹിക്കാവതാകും. അടുത്ത പറയുകയാണ്, നീയോ കപ്പർന്നഹൂമേ. ഓർത്തോണം, ദൈവത്തിന്റെ കൃപാകടാക്ഷങ്ങൾ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വരം ആവർത്തിച്ച് കേട്ടിട്ടും തള്ളിക്കളയുന്നവർക്ക് കരുണ കൂടാത്ത ന്യായവിധിയാണ്. ഞാൻ വേഗം ഈ വാക്യം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നീ സ്വർഗത്തോളം, അന്ന് ഈ കപ്പർന്നഹൂമിന്റെ സ്ഥിതി എന്താണെന്നറിയാം? യേശുക്രിസ്തുവിനെയും പ്രവാചകന്മാരെയും ദൈവിക സന്ദേശത്തെയും ഇവര് അംഗീകരിക്കാതിരുന്നതിന്റെ കാരണം ഇവിടെ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഒരു നഗരമായിരുന്നത്, അവരുടെ നോട്ടത്തിൽ സ്വർഗത്തോളം ഉയർന്നിരിക്കുന്ന ഒരു നഗരമായിരുന്നു. ഞാൻ വ്യക്തമാക്കട്ടെ, നീ സ്വർഗത്തോളം ഉയർന്നിരുന്നാൽ, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും
മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താ? കർത്താവ് ഇവിടെ പറഞ്ഞ വാചകം എന്താ? നീ പാതാളം വരെ താണു. പാതാളം വരെ താണുവോ? ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ചരിത്രകാരന്മാർ, ഭൂഗർഭ ഗവേഷകന്മാരൊക്കെ എഴുതിയ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും കിട്ടും കേട്ടോ. അനേക സ്ഥലങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ട് പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ കഫർന്നഹൂമിൽ ഏറിയ പങ്ക് സ്ഥലവും ചുണ്ണാമ്പ് കല്ലുപോലെ ഇപ്പോഴും കിടക്കുകയാണ്. മുക്കുവന്മാർ മീൻ പിടിച്ചിട്ട് വലയുണക്കാൻ ഉള്ള സ്ഥലം പോലെ കിടക്കുകയാണ്. കർത്താവിൻ്റെ കരുണയുടെ, കൃപയുടെ, കർത്താവിൻ്റെ ദയയുടെ, സുവിശേഷത്തിൻ്റെ സന്ദേശം കേട്ടിട്ട് തള്ളിക്കളയുന്ന വ്യക്തിക്ക് വരുന്ന ന്യായവിധിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കർത്താവ് വീണ്ടും കഫർന്നഹൂമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കർത്താവ് എത്തിയപ്പോൾ കർത്താവിനെ അവിടെ അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തിയ ഈ അപ്പം തിന്നവരുണ്ടല്ലോ, കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരല്ല, അപ്പം തിന്നവരുണ്ടല്ലോ, അവർ കർത്താവിനെ കണ്ടപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അത്ഭുതത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഗുരു നീ എപ്പോൾ ഇവിടെ വന്നു? 25-ാം വാക്യം. ഗുരു നീ എപ്പോൾ ഇവിടെ വന്നു? ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഈ ഭൂമിയിൽ അവതരിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ രാജാതിരാജാവായി ലോകത്തിൽ വീണ്ടും വരുന്ന സമയത്ത് അവർ കണ്ടില്ല യേശു പോകുന്നത്, അവർ കണ്ടില്ല യേശു തൻ്റെ ജനത്തെ ചേർത്തത്. എന്നാൽ അവർ ഒരു ദിവസം കാണാൻ പോകുകയാണ്. രാജാതിരാജാവായി വെളിപ്പെടുവാൻ പോകുന്ന കർത്താവിനെ അവർ കാണാൻ പോകുകയാണ്. അത്ഭുത പരതന്ത്രരായി അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, ഗുരു അങ്ങ്, കർത്താവേ അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? ലോകരാഷ്ട്രങ്ങളുടെ അഥവാ പ്രിയപ്പെട്ടവരെ യഹൂദന്മാരുടെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു നിമിഷമാണ് കർത്താവായ യേശുവിൻ്റെ രാജകീയ പ്രത്യക്ഷത. അന്ന് അത്ഭുതത്തോടെ ലോകം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, കർത്താവെ അവിടുന്ന് എപ്പോൾ ഇവിടെ എത്തിച്ചേർന്നു? പ്രതിബന്ധങ്ങളെ, പ്രതികൂലങ്ങളെ എല്ലാം അതിജീവിച്ച രാജാതിരാജാവായി കർത്താവ് ലോകത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ഈ ലോകത്തെ മുഴുവനും അത്ഭുത പരതന്ത്രരാക്കിക്കൊണ്ട് കർത്താവ് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ കർത്താവിൻ്റെ മഹത്വത്തെ നമ്മൾക്ക് അറിഞ്ഞ്, കർത്താവേ അവിടുന്ന് ദൈവപുത്രനാണ് സത്യം എന്ന് പറഞ്ഞ് അവിടുത്തെ മുമ്പിൽ വീണ് അങ്ങേ ആരാധിക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.